അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് CPM ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, CPM-നെ അവർ SDPയോ PDPയോ പിന്താങ്ങിയാൽ അവര് മിണ്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടുപേരും UDF-ഉം LDF-ഉം ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നവർ തന്നെയാണ്. മലപ്പുറത്ത് തന്നെ കീഴ്പറമ്പ് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയിലെ 2 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ 3 അംഗങ്ങളുള്ള വെൽഫെയർ പാർട്ടി. കീഴ്പറമ്പ് തെറ്റാണ് മഞ്ജുഷേ, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. അല്ല, UDF ആണ് ഭരിക്കുന്നത്. UDF എന്നാണ് ഞാൻ പറഞ്ഞത്. LDF-ന്റെ കാര്യം ഞാൻ നേരത്തെ വായിച്ചിരുന്നു. LDF SDP-യുടെ പിന്തുണയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളെ കുറിച്ചും നഗരസഭയെ കുറിച്ചും. അപ്പോൾ ഇതിപ്പോ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ലല്ലോ, രണ്ടുപേരും പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും. അറിഞ്ഞുകൊണ്ട് തന്നെ വെളിയിൽ മതേതരത്വം പറയുകയും ഈ രാഷ്ട്രീയ ഇസ്ലാമിനൊപ്പം കൂടുകയും ചെയ്യുന്നു. അതാണല്ലോ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗത്തും കണ്ടത്. നമുക്കതിൽ LDF-നെ മാറ്റി നിർത്താനും പറ്റുകയില്ല. LDF പലതവണ തരാതരം പോലെ ഈ പിന്തുണ നേടിയിട്ടുമുണ്ട്. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലേ മാതാവേ. അല്ലെ LDF എടുത്തില്ലെങ്കിൽ UDF എടുക്കും. അതിന്റെ ബന്ധം UDF-ന് കിട്ടും, UDF-ന് കിട്ടും. UDF എടുത്തില്ല LDF എടുക്കും. ചേട്ടൻ അറിഞ്ഞു ചെയ്തോളണം. കടക്ക് പുറത്ത് നിന്ന് ഇവരോട് പറയാനുള്ള, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയണം. അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് രണ്ടുപേർക്കുള്ള സോക്കോട് നമ്മൾ എന്നത്തുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഇനി പറയൂ. ഒരു ഭാഗത്ത് RSS BJP കയറുകയും മറുഭാഗത്ത് ഈ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡൊക്കെ ആയിട്ട് അല്ല ഹമാസൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ഇസ്ലാമിക പാർട്ടി വരികയും അങ്ങനെ അതിഭീകരമായ ഒരു കമ്മ്യൂണൽ കൺസോൾട്ടേഷനിലേക്ക് ഭാവിയിൽ പോവുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു കാര്യം. അല്ല, ഈ സെക്കുലർ പാർട്ടികൾ നിങ്ങൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. സെക്കുലർ പാർട്ടികൾ നിൽക്കുന്ന വലിയ ഹിന്ദുക്കൾ സെക്കുലർ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ സെക്കുലർ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒന്ന് CPM ആണ്. CPM-ൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. വേറെ കോൺഗ്രസ് നിങ്ങൾ എടുത്തു നോക്കൂ, ഹിന്ദുക്കളും പ്ലസ് ക്രിസ്ത്യൻസും ആണ് കൂടുതലായിട്ടുള്ളത്. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് നിലവിൽ കളിക്കുന്ന ഈ സെക്കുലർ സ്പേസ് അങ്ങ് ഇല്ലാതായി പോകും. ആ സെക്കുലർ സ്പേസ് ഇല്ലാതായി പോകുമ്പോൾ ഇവിടെ ആർക്കാണ് നഷ്ടം? ഇവിടെ ഹിന്ദുവിന് കാര്യമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഇത് ഹിന്ദുവിന്റെ രാജ്യമാണ്. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. എന്താണ് ഒരു പോംവഴി എന്ന് പറ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. പക്ഷെ അതുപോലല്ല ഞമ്മന്റെ ആളുകളെ കാര്യം. അതവർ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിചാരിച്ചിരുന്നത് ജിന്നെ രക്ഷപ്പെടുത്തും. അതേ മണ്ടത്തരാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഏത് മഹാഭാവികളാണോ ഈ കടുങ്കൈ ചെയ്തത്? ഇപ്പൊ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ ഇവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വോട്ടുണ്ടോ, നിങ്ങൾക്കൊരു വിലയുണ്ട്. അതായത് സംഘടിതമായ വോട്ടിനൊക്കെ. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങൾ ഈ ചാനലൊക്കെ വരുമ്പോൾ വലിയ ഗ്ലാമ വലിയ ഒന്നും സംഭവമല്ല. പട്ടീന്റെ വിലയാണ് ജനാധിപത്യത്തിൽ. പക്ഷെ ഈ വർഗീയവാദികൾക്ക് അങ്ങനെയല്ല. അവർക്ക് നല്ല വോട്ടുണ്ട്. ഇത് സത്യമായ കാര്യമാണോ അതോ ആ വോട്ട് ചില ആളുകൾ പരസ്യമായി അവരോട് പോയി മേടിക്കും, ചില ആൾ രഹസ്യമായിട്ട് മേടിക്കും. പിന്നെ ഇവരെ കാര്യം, ഇവരാരും ഭാര്യമാരായിട്ട് അംഗീകരിക്കില്ല. ഈ ചുറ്റിക്കളി പോലെയാണ് കൊണ്ടെടുക്കുക. വേണമെങ്കിൽ തള്ളിക്കളയും. പക്ഷെ ഭാര്യയാണെങ്കിൽ എപ്പോഴും അംഗീകരിക്കണമല്ലോ. എന്താണ് അതിന്റെ പേര്? അപ്പോൾ ഈ രണ്ട് കൂട്ടരെ അവര് തലയും മുണ്ടിട്ടും അല്ലാതെയൊക്കെ പോയി കാണാറുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഓരോ ഇലക്ഷൻ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറയാം. അത്രേ ഉള്ളൂ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്.